ചെറിയ മത്തി കൊണ്ട് ഒരു മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 25ഓളം മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ, ഒരു പിടി തേങ്ങയാണ് എടുത്തത് കേട്ടോ. വളരെ കുറച്ച് മാത്രം തേങ്ങ, 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ വെച്ച് അരയ്ക്കണം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, പിരിയം മുളകാണ്. പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഒരു 100 ഗ്രാമോളം ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് മത്തി കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാമേ. ഇത് അധികം പഴക്കമില്ലാത്ത പുതിയ ചട്ടി ആയതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് തേങ്ങ അരച്ച് വയ്ക്കുന്നത്. വലിയ മത്തിയാണെങ്കിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ വേറെ രീതിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ വലിയ മത്തി കിട്ടുമ്പോൾ അതങ്ങനെ കാണിക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടി പിടിക്കാതെയാണ് വഴറ്റിയെടുക്കാനേ. പിന്നെ തിരുവനന്തപുരത്തെന്ന് വെച്ചാൽ മീനൊന്നും കിലോ കണക്കിനൊന്നുമല്ല കൊടുക്കുന്നത്, 100 അങ്ങനെ ഓരോ പങ്കായിട്ടാണ് കൊടുക്കണം. അപ്പോഴേ ഞാൻ 100 രൂപയുടെ മത്തിയാണ് മേടിച്ചത്. അപ്പോൾ 25 ഉണ്ടായിരുന്നു, കുറച്ച് വറുക്കാനും മാറ്റിയതിന് ശേഷം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മത്തിയുടെ എണ്ണം പറഞ്ഞത്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. 3 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തത്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ മത്തിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കിട്ടാനുള്ളത് കേട്ടോ. വലിയ മത്തി കിട്ടാനൊന്നുമില്ല. അപ്പോൾ വലിയ മത്തി കിട്ടുമ്പോൾ ഞാൻ വേറൊരു രീതിയിൽ തയ്യാറാക്കി കാണിക്കാം. ചെറിയ മത്തിയിൽ ഇത്തിരി തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ് ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തയ്യാറാക്കുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. അങ്ങനെ ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ കൂട്ടിലേക്ക് 1 പിടി തേങ്ങയും 2 ചെറിയ ഉള്ളിയും കൂടി വെച്ച് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറും വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലകൾ അരപ്പിൻ്റെ കൂട്ടി പിടിക്കും വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലകൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അതിലേക്ക് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മീൻ വെന്ത് ചാറ് കുറുകി വരാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടിയുടെ ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ അരപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയൊക്കെ നമ്മുടെ പുളിക്ക് ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് കൂടിപ്പോകരുത്, പുളിപ്പ് ഒരുപാടാകാൻ പാടില്ല. ഒരു മീഡിയം പുളിപ്പ് മാത്രമേ ആകാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ എൻ്റെ ഒരു കണക്കിന് ഈ ഒരു ടീസ്പൂൺ ഉപ്പ് എനിക്ക് പാകമായിരുന്നു, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ കുടംപുളിക്ക് പുളിപ്പ് അല്പം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത്. നല്ല പുളിപ്പുള്ള പുളിയാണെങ്കിൽ അതിലേക്ക് 1 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണമാണെങ്കിൽ 2 കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി, അതായിരിക്കും പാകം. ഇനി അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ. ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. അരപ്പിലേക്ക് മീനിട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ടോ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേണം മീനൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. മീൻ അടച്ചു വെച്ച് വേവിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കണം. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മീൻ അടി പിടിച്ചു പോകും. അത് കുടംപുളി ഇട്ട് വെച്ചാലല്ല, നമ്മൾ സാധാരണ പുളി ഇട്ട് വെച്ചാലും അങ്ങനെ തന്നെ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മീനൊന്ന് ചുറ്റിച്ച് കൊടുക്കണം.
ഇനി ഇതിവിടെ കിടന്ന് ഇങ്ങനെ വറ്റട്ട്. മീൻ പാകമായിട്ടുണ്ട്. ഇനി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അത് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റി കിട്ടണം. ഇത്തിരി ചാറോട് കൂടി ഒന്ന് കുറുകി കിട്ടണം. അതാണ് ഈ മത്തിക്കറിയുടെ പാകം. ഇതാ മീൻ പാകമായിട്ടുണ്ട്. ഈ മത്തിക്കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നോക്കാം. അതാണ് അപ്പോൾ കാണാനാണ് ഏറ്റവും നല്ല ഒരു ഭംഗിയായിട്ടിരിപ്പുള്ളത്. ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് നോക്കാം. പാകമായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇതാ മത്തിക്കറി ചൂടാറി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചാറോടുകൂടി കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.